ഹാലോവീൻ വീക്ക് സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മെക്സിക്കൻ റൈസ് ബൗളുമായിട്ടാണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലേവേഴ്സിൻ്റെ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഈ ഒരൊറ്റ റൈസ് ബൗൾ. വെയ്റ്റ് ലോസ് ജേർണി നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വമ്പൻ ലോട്ടറി തന്നെയാണ്. ഈ ഒരൊറ്റ ബൗളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ, ഫൈബർ, ഹെൽത്തി ഫാറ്റ്, ആവശ്യത്തിനുള്ള കാർബ്, അതുപോലെ സ്പൈസി സോസും എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അടിപൊളി വീക്കെൻഡ് റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്, ബസ്മതി അരി. അത് ഒരിച്ചിരി നേരം ഒന്ന് വറക്കുക. ആ അരി ഒന്ന് വറുത്ത് വരുന്നതിൻ്റെ ഒരു മണം വരുമല്ലോ, അതുവരെ ഒന്ന് വറുത്തെടുക്കുക. അരി അവിടെ വറക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ അരിയിലേക്ക് ഒഴിക്കാനുള്ള ഒരു സോസ് തയ്യാറാക്കാം. അതിൻ്റെ ഒരു ജാറിൽ കുറച്ച് തക്കാളിയും കുറച്ച് ഉള്ളിയും പിന്നെ ഒരു 2-3 അല്ലി ഗാർലിക്കും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന അരിക്കകത്തോട്ട് ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് ജാറിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ആ ജാറ് നന്നായി കഴുകിയെടുത്ത വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഇവിടെ ഒരു 2 കപ്പോളം ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന ആ സമയം ആകുമ്പം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നിങ്ങളുടെ വീട്ടിൽ ഓപ്ഷണലാണ്, നിങ്ങളുടെ വീട്ടിൽ ജാലപ്പിനോ പെപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ജാലപ്പിനോ പെപ്പേഴ്സ് ഈ ഒരു റൈസിന് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അരി വേവിക്കുക. അരി വേവുന്ന ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് ബൗളിന് വേണ്ട ഒരു സ്പൈസി സാൽസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കുഞ്ഞ് തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഒരു കൈപിടി മല്ലിയില, പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി കട്ട് ചെയ്തിടുക. എന്നിട്ട് 2 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ഉപ്പും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്നത് ഇതൊരു എന്താ പറയുക, അങ്ങ് തീരെ പേസ്റ്റായിട്ട് അരയേണ്ട, കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണണം. ആ ഒരു രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതും മാറ്റി വെക്കുക. നമ്മൾ സാൽസ ഇവിടെ റെഡിയാക്കി നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചോപ്ഡ് ഒണിയനും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി അത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക്കും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ, ഞാനിവിടെ കുക്ക്ഡ് ചിക്കൻ സ്മോൾ കട്ട് പീസസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് പച്ച ചിക്കൻ ഇട്ട് വഴറ്റിയെടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയും പെപ്രിക്ക പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് കുറച്ച് ക്യുമിൻ പൗഡറും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ ചിക്കൻ ഒന്ന് മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്ന് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലഫി ആക്കി എടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ബ്രൗൺ ബീൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് ബീൻസ്, ഏത് ബീൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അതും കൂടെ കുക്ക് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മളെ റൈസ് ബൗളിന് വേണ്ട ഞാൻ കുറച്ച് സാലഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേലും സ്പിനാച്ചും കൂടെ ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ലെമൺ ജ്യൂസ് ഉപ്പൊക്കെ ഇട്ട് സാലഡ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാൽസ, പിന്നെ കുറച്ച് കോണ് വെറുതെ ഒന്ന് നിങ്ങൾക്ക് അല്ലാതെ സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്ത കോണാക്കാം, അല്ലെങ്കിൽ ബട്ടർ സോട്ടഡ് ആക്കാം, അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ, പിന്നെ ഗൊക്കോമോലെ എന്ന് പറയുന്നത് അവക്കാഡോ സ്മാഷ് ചെയ്ത് ഉണ്ടാക്കുന്ന, അവക്കാഡോയുടെ പേസ്റ്റ് വെച്ചുണ്ടാക്കുന്ന ഒരു സോസാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വൈകാതെ തന്നെ ഇടുന്നുണ്ട്. അത് വെച്ച് നമുക്ക് പല ടൈപ്പ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മെക്സിക്കൻ റൈസ് ബൗൾ നമുക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മെക്സിക്കൻ റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ, പിന്നെ അതിൻ്റെ കൂടെ കോൺ, കുറച്ച് സാലഡ്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് സാലഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ഗൊക്കോമോൾ, ഇതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ കുറച്ച് സാൽസ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സാൽസയും ഇട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കട്ട് ചെയ്ത് അവക്കാഡോയും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ജാലപ്പീനോ, എരിവിന് ഞാൻ കുറച്ച് ജാലപ്പീനോയും കൂടെ വെച്ചിട്ടുണ്ട്. മെക്സിക്കൻ റൈസ് ബൗൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്ലേറ്റ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് അതിൽ സാലഡ് വേണം, കോൺ വേണം, പിന്നെ ഈ സാൽസ എന്ന് പറയുന്ന സാധനം, സ്പൈസി സാൽസ സോസ് വേണം. പിന്നെ എന്തെങ്കിലും ചിക്കൻ നിങ്ങൾ കഴിക്കുന്നതാണെങ്കിൽ, നോൺ വെജ് മെക്സിക്കൻ ബൗളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇച്ചിരി ചിക്കനോ ബീഫോ എന്തെങ്കിലും കൂടെ വെക്കുക. ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെക്സിക്കൻ റൈസ് ബൗൾ ഉണ്ടാക്കുമ്പോൾ മാക്സിമം നമ്മൾ ഇന്ത്യൻ സ്പൈസസ് ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇതൊരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അവക്കാഡോ കൊണ്ട് ഉണ്ടാക്കുന്ന ഗൊക്കോമോളി സോസിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ
ഫോളോ ചെയ്യുക. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു വെരി മച്ച്. പിന്നെ മറക്കല്ലേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.